കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 18-ാമത് വാക്യം. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനരികത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേര് പറയും. ഈ വാക്യങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതവും പ്രവചന ചിന്തയുമായിട്ടാണ് ഈ ഒരു വാക്യം യെശയ്യാവെന്ന പ്രവാചകൻ എഴുതപ്പെടുന്നത്, അല്ലേ? 60-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അവിടെ നിങ്ങോട്ട് വരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവം സംരക്ഷിക്കുന്ന വിധങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ അധ്യായം. അതിനകത്താണ് 18-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത്: ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഇനി നിന്റെ ദേശത്തിൽ എന്ത് വരത്തില്ല? സാഹസം ഉണ്ടാകത്തില്ല. അടുത്ത് പറയും, നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. എൻ്റെ അർത്ഥം എന്തുവാ? ഈ ദൂത്, ഈ വാക്ക് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ്. കാര്യം ഇന്ന് വരെ നിങ്ങളുടെ ദേശത്ത്, നിങ്ങൾ പാർക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന ഭൂമണ്ഡലത്തിനകത്ത് ശൂന്യത വെളിപ്പെട്ടെങ്കിൽ, നാശം കണ്ടു തുടങ്ങിയെങ്കിൽ, ഇന്നു മുതൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വാക്യം പറയുകയാണ്, ഇനി നിങ്ങളുടെ ദേശത്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ അതിരിനകത്ത്, നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത്, നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഇനി നാശം കേൾക്കുകയില്ല. അല്ല, സ്തോത്രം. ഇനി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശൂന്യത ഉണ്ടാകത്തില്ല. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കിയത്, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നാശം ഉണ്ടാക്കിയതിന് കാരണമായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുക. ഇത് വെറുതെ പറയുന്നതല്ല. കർത്താവിൻ്റെ വചനത്തിൽ അല്ല, സ്തോത്രം, ജീവനേക്കാൾ ബലമുള്ള, ശക്തി ഉള്ള, സ്തോത്രം, തിരുവചനത്തിൻ്റെ ആഴമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അടുത്ത് പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ച്, സ്തോത്രം, അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു: ഇനി നിന്റെ അതിരിനകത്ത് ഇത് കേൾക്കത്തില്ല, ശൂന്യം കേൾക്കത്തില്ല, നാശം കേൾക്കത്തില്ല. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കണം: നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേര് പറയും. അപ്പം എൻ്റെ അർത്ഥം എന്നതാ? നമ്മൾ പലപ്പോഴും നമ്മുടെ വീടോ ഇല്ലെങ്കിൽ നമ്മുടെ വസ്തുക്കളോ ഒക്കെ നമ്മൾ കോമ്പൗണ്ട് കെട്ട് എന്ത് ചെയ്യാറുണ്ട്? അടയ്ക്കാറുണ്ട്, അല്ലേ? പക്ഷേ ഇവിടെ പറയുന്നത് എന്തുവാ? അല്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും പൈശാചിക സ്വാധീനങ്ങൾ, ആഭിചാര ശക്തികളോ പൈശാചിക ആധിപത്യങ്ങളോ നമ്മുടെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ തകർക്കാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഇനി മുതൽ അങ്ങനെ ഉണ്ടാകത്തില്ല. കാര്യം നിന്റെ മതിലുകൾക്ക് രക്ഷയെന്ന് പേർ വിളിക്കാൻ പോകുകയാണ്, നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന് പേർ വിളിക്കാൻ പോകുകയാണ്. എന്താണ് സ്തോത്രം? വചനം പറയുന്നു, രക്ഷയെന്നും അല്ല സ്തുതിയെന്നും പേരുള്ള മതിലും വാതിലും ദൈവം നിനക്ക് എന്ത് ചെയ്യും? തരും. എന്താ അതിൻ്റെ അർത്ഥം? രക്ഷകനായ കർത്താവ്, അല്ലേ? ഞാനിന്ന് പ്രഭാതത്തിൽ പറയുന്നതിനകത്ത് എനിക്ക് ലജ്ജയില്ല. ലോകത്തിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന ഒരു മതിലേ, ഇല്ലെങ്കിൽ ഒരു മതിലേ ഉള്ളൂ. ആ മതിലിൻ്റെ പേരാണ് നസ്രയനാകുന്ന യേശു കർത്താവ്. സ്തോത്രം. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക: നിന്റെ വാതിലുകൾക്ക് അല്ല സ്തുതി എന്ന് പേര്. എന്താ എൻ്റെ അർത്ഥം? കുറച്ചുകൂടെ ആഴത്തിൽ പറയാം. നിന്റെ സ്തുതിയും സ്തോത്രവും ആരാധനയും നിന്റെ കൂടാരത്തിനകത്തുണ്ടെങ്കിൽ ഒരു സാത്താനും, ഒരു മാനുഷിക ശക്തിയും, ഒരു പ്രതിസന്ധിയും നിന്റെ കൂടാരത്തിനകത്ത് എന്ത് ചെയ്യത്തില്ല? കയറി വരത്തില്ല. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. ഇന്നു മുതൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇന്നു മുതൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇന്നു മുതൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇനി മുതൽ നിന്റെ ജീവിതത്തിൽ ശൂന്യതയോ നാശമോ വെളിപ്പെട്ട് വരത്തില്ല. പകരം ഇന്നു മുതൽ ഒരു ദൈവീക പ്രൊട്ടക്ഷൻ, ഒരു ദൈവീക സംരക്ഷണം ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. അല്ല, സ്തോത്രം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അനേകർക്ക് വിടുതലും ആശ്വാസവുമായി സന്ദേശം മാറുവാൻ ദൈവം ഇടയാക്കണം. ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിനകത്തൊരു വലിയ വിടുതൽ വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി മാറട്ടെ. ആയിരങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുവാൻ സ്വർഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.